ഹലോ ഓൾ. NIOSന്റെ +2 ചാപ്റ്റർ 17 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 17 ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇത് വന്നിട്ട് ചെറിയൊരു എസ്സേ ടൈപ്പ് ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൊരു ഇന്ത്യ, അതായത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എങ്ങനെയായിരുന്നു ഇന്ത്യ എന്നുള്ളൊരു ചെറിയൊരു ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ഇതിലൂടെ ഈ ഒരു എസ്സേയിൽ കൂടെ പറയുന്നത്. അപ്പൊ ഞാനിതിന്റെ സമ്മറി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, പിന്നെ ടെക്സ്റ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതിൽ അദ്ദേഹം ആദ്യം പറയുന്നത്, ഇന്ത്യ ഹാസ് എ ബ്രേവ് ആൻഡ് ഡൈനാമിക് ഹിസ്റ്ററി with a questioning spirit and desire for freedom. It was known for having a civilization that was mature and tolerant, as well as a strong and energetic race. People in medieval India were filled with curiosity and a desire to learn. Medieval India became a location of youth and freshness, but it also became a freedom ground of all ill temper. According to Nehru, in medieval India, rigid caste distinction and customs took priority over broad-minded vision. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണെന്നാണ് പറയുന്നത്. വളരെ ബ്രേവ് ആയിട്ടുള്ള, വളരെ കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആളുകൾക്ക് ആ ഒരു സമയത്ത് ഫ്രീഡത്തിനുള്ളൊരു ഡിസയർ ആയിരുന്നു. കാര്യം നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പൊ ആ സമയത്ത് ആളുകൾക്കുള്ളൊരു ഡിസയർ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രീഡത്തിനോടായിരുന്നു. ഇറ്റ് വാസ് നോൺ ഫോർ ഹാവിങ് എ സിവിലൈസേഷൻ ദാറ്റ് വാസ് മെച്യൂർ ആൻഡ് ടോളറന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു സിവിലൈസേഷൻ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള, വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു നമ്മുടെ. അതായത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പൈതൃകങ്ങളൊക്കെ ഉള്ള ഒരു കൺട്രി ആയിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് എ സ്ട്രോങ് ആൻഡ് എനർജറ്റിക് റൈസ്. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള സിവിലൈസേഷനും ഹെറിറ്റേജും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. People in medieval India were filled with curiosity and a desire to learn. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു മെഡീവൽ ഇന്ത്യ, അതായത് ഒരു മധ്യ കാലഘട്ടത്തിലെ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ആളുകൾക്ക് എന്തായിരുന്നു? ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു. മെഡീവൽ ഇന്ത്യ ബിക്കം എ ലൊക്കേഷൻ ഫോർ യൂത്ത് ആൻഡ് ഫ്രഷ്നെസ്. അതുകൊണ്ട് തന്നെ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത് യുവാക്കളുടെയും ഒരുപാട് തൊഴിൽ രഹിതരുടെയും ഒക്കെയുള്ള ഒരു രാജ്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബട്ട് ഇറ്റ് ഓൾസോ ബിക്കം എ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ ഇൽ ടെമ്പർ. According to Nehru, in medieval India, rigid caste distinction and customs took priority over broad-minded visions. അപ്പൊ ഈ ഒരു മെഡീവൽ ഇന്ത്യയിൽ അതായത് ഒരു മധ്യകാല ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. അതായത് ജാതിപരമായിട്ടുള്ള വേർതിരിവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാണ്, അദ്ദേഹത്തിന് വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫില് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള കൾച്ചറൊക്കെ ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? പല രീതിയിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതിയുടെ പേരിലുള്ള ഒരുപാട് വേർതിരിവ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് കഴിവുള്ള യുവാക്കളും ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കഴിവുകളൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. പിന്നെ അദ്ദേഹം പറയുന്നു, ഇന്ത്യ വാസ് എ പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കമ്മിങ് ഓഫ് ഇസ്ലാം, മുസ്ലിംസ്, ബ്രിട്ടീഷ് ഇൻവെൻഷൻ ബ്രിങ്ങിങ് എ ന്യൂ ടൈപ്പ് ഓഫ് ഡോമിനേഷൻ. പിന്നെ അദ്ദേഹം പറയുന്നു, അവിടെ നിന്ന് ഇന്ത്യ കുറച്ചും കൂടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയത് ഒരു മുസ്ലിം ഇൻവെൻഷനോട് കൂടിയാണ്. അതായത് അതായത് അറബ്സ് നമ്മുടെ നാട്ടിലേക്ക് വന്നതോടുകൂടിയും പിന്നെ അതേപോലെ ബ്രിട്ടീഷുകാർ അവരിവിടെ ഭരിക്കാൻ തുടങ്ങിയത് കൂടാണ് ഇന്ത്യ കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ചേഞ്ച്ഡ് ഫോർ ദ റോസ് ആൻഡ് യൂറോപ്യൻ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദർ റിസോഴ്സസ് ആൻഡ് വി ഗോട്ട് ഇൻഫ്ലുവൻസ് ബൈ ഫ്രഷ് യൂറോപ്യൻ ഐഡിയാസ് ആൻഡ് നോളജ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അവർ ഈ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മുടെ റിസോഴ്സസും
നമ്മുടെ ഹെറിറ്റേജും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. പക്ഷെ അത് ഒരു തരത്തിൽ ദോഷമാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യത്തിൽ അത് ഗുണകരമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻസ്, അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പം യൂറോപ്പിലുള്ള ഐഡിയാസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കൊണ്ടുവരാൻ അത് കാരണമായി. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതേപോലെ വാണിജ്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഈ ഒരു പോയിന്റിൽ, ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം കുറച്ചും കൂടെ പവർഫുൾ ആയത് ഒരു മുസ്ലിങ്ങളുടെ വരവോടുകൂടിയും അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഒരു വരവോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് കുറച്ചും കൂടെ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ, ഒരുപാട് യൂറോപ്യൻസ് ഐഡിയാസും അവരുടെ നോളജും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, ഒരുപാട് മേഖലകളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. Nehru mentioned that the future of country should be built on the foundations laid in the past and the present with the truth and peaceful means. പിന്നെ അദ്ദേഹം പറയാണ്, നമ്മുടെ ഒരു ഫ്യൂച്ചർ ഓഫ് കൺട്രി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എങ്ങനെ വാർത്തെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഉണ്ട്, അതായത് പാസ്റ്റിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഉണ്ട്. ആ പാസ്റ്റിൽ നിന്ന്, ആ ഒരു അടിത്തറ, അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് നമുക്കൊരു വളരെ സത്യവും വളരെ സമാധാനപരമായിട്ടുള്ളൊരു ഫ്യൂച്ചർ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. In this speech, Nehru praises Gandhiji's revolutionary work towards freedom of the country. One should not be concerned with a petty caste and religious differences, but rather adopt the finest framework for the country's prosperity and advancement. പിന്നെ ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ആണ്, അദ്ദേഹത്തിന്റെ ഒരു റെവല്യൂഷണറി വർക്കാണ്. വളരെ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് നെഹ്റു പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഒരുപാട് റെവല്യൂഷൻസ് ഒക്കെ നടന്നത് ഈ ഒരു സമയത്താണ്. വൺ ഷുഡ് നോട്ട് ബി കൺസേൺ വിത്ത് പ്രറ്റി കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഡിഫറൻസസ്. ആ സമയത്ത് ഒരുപാട് കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഡിഫറൻസസിനൊക്കെ എതിരെയായിട്ട് ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് റാദർ അഡോപ്റ്റ് ദ ഫൈനസ്റ്റ് ഫ്രെയിംവർക്ക് ഓഫ് ദ കൺട്രീസ് പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വാൻസ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പ്രോസ്പെരിറ്റിയും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ വളരാൻ നമ്മുടെ രാജ്യത്ത് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. Science and technology contribute to economic and industrial growth and can meet the fundamental requirement of everyone on the planet. പിന്നെ നമുക്കറിയാം, അതായത് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ നൗ ഇസ് ഹൈലി മിക്സഡ് ഇമ്പാക്ട് ഓഫ് ഹോപ്പ് ആൻഡ് പെയിൻ വിത്ത് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് റൈസിംഗ് ടുഗദർനെസ് ആൻഡ് സെവറൽ അൺസെറ്റിംഗ് ടെൻഡൻസീസ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ മിക്സഡ് ഏജ് ഓഫ് ഹോപ്പ് ആൻഡ് പെയിൻ. നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയാണ്, അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കണ്ടെത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തെ ഒരു വളരെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും അതിന്റെ റിസോഴ്സുകളൊക്കെ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കാരണമാകും എന്നാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. The spirit of India should inspire people to act to bring about change. Nehru expects that India's material progress would increase living conditions for its huge population. He wants citizens to reduce religious or caste-related problems and create a classless and casteless society in which every individual is given equal chance to thrive based on his or her merit and skill. പിന്നെ ഇതിന്റെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിനൊരു സ്പിരിറ്റ് ഉണ്ട്, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അതെല്ലാം മറന്ന് നമ്മൾ പ്രവർത്തിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് മെറ്റീരിയൽ പ്രോഗ്രസ് വുഡ് ഇൻക്രീസ് ലിവിങ് കണ്ടീഷൻസ് ഓഫ് ഇറ്റ്സ് ഹ്യൂജ് പോപ്പുലേഷൻ. അതായത് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുമ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പോപ്പുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പോപ്പുലേഷന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ ലിവിങ് കണ്ടീഷൻസ്, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവാൻ കാരണമാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ
അതായത് അദ്ദേഹം ആഗ്രഹിക്കുന്നു, ഹി വാണ്ട്സ് ടു സിറ്റിസൺ ടു റെഡ്യൂസ് റിലീജിയസ് ഓർ കാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് ടു ക്രിയേറ്റ് കാസ്റ്റ്ലെസ് സൊസൈറ്റി. അപ്പൊ അദ്ദേഹം ഇതിലെ കൂടെ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാര് അല്ലെങ്കിൽ സിറ്റിസൺസ് എന്ന് പറയുന്നത് എന്താണ്, അവരൊരു രീതിയിലുള്ള കാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് ജാതിയോ മതമോ അല്ലെങ്കിൽ വർണ്ണവിവേചനങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓരോ വ്യക്തിയുടെ, അതൊരാണാവട്ടെ ഒരു പെണ്ണാവട്ടെ, അവരുടെ മെറിറ്റിനും അവരുടെ സ്കിൽസിനും അനുസരിച്ച് ജാതിക്കും മതത്തിനും അതീതമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളത് അദ്ദേഹം കാണുകയാണ്, ഒരു ഫ്യൂച്ചർ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം രാജ്യത്തെ ജനതയോട് പറയുകയാണ് എന്താണ്, നമ്മൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി നമ്മുടെ കഴിവുകളും നമ്മുടെ സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സമത്വത്തോടു കൂടി മുന്നോട്ട് പോവുക. നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ടെക്നോളജിക്കൽ ഗ്രോത്തും ഒക്കെ കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സമ്മറി അവിടെ ഒരു 4 ലൈൻ, ഒരു 5 ലൈനിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിക്കാം. നെഹ്റു വാസ് പ്രൗഡ് ഓഫ് ഇന്ത്യസ് നേച്ചർ ആൻഡ് ടോളറന്റ് കൾച്ചർ വിച്ച് യൂസ്ഡ് ടു ബി പവർഫുൾ ആൻഡ് എനർജറ്റിക് റേസ്. Pretty caste and religious distinction across the medieval India. India could adapt of changing situations and new influences. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നെഹ്റു അദ്ദേഹം ഇന്ത്യയുടെ കൾച്ചറിനെയും ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള സിവിലൈസേഷനിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. വിച്ച് യൂസ് ടു ബി പവർഫുൾ ആൻഡ് എനർജറ്റിക് റേസ്, നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് മാറാൻ ഇതൊരു വളരെ നല്ലൊരു കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പ്രെറ്റി കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഡിസ്റ്റിങ്ഷൻ എറോസ് ഇൻ മെഡീവൽ ഇന്ത്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്താണ്, ഒരുപാട് രീതിയിലുള്ള മതപരമായിട്ടും ജാതിപരമായിട്ടുള്ള ഒരുപാട് വേർതിരിവുകൾ നടന്നിരുന്നൊരു സമയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ അഡാപ്റ്റ് ഓഫ് ചേഞ്ചിങ് സിറ്റുവേഷൻസ് ഓഫ് ന്യൂ ഇൻഫ്ലുവൻസസ്. പക്ഷെ ഇന്ത്യ നമ്മുടെ രാജ്യം അതിനെ മാറ്റാനും അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ നടത്താനും സന്നദ്ധരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ഇൻ നെവർ ഫർഗോട്ട് ടു ഡീൽസ് ആൻഡ് ട്രഡീഷൻസ്. യൂറോപ്യൻസ് ബ്രോട്ട് ഇന്നോവേറ്റീവ് ഐഡിയാസ്, ഇൻഫോർമേഷൻ ആൻഡ് ഇൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടു ഇന്ത്യ. പിന്നെ അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ ഒരു പുരോഗതി അല്ലെങ്കിൽ ഇന്ത്യ ഒരു പവർഫുൾ ആവുന്നത് യൂറോപ്യൻസിന്റെ വരവോട് കൂടിയാണ്, അതായത് ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ്. അവർ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് ഇൻഫർമേഷൻസും ഒരുപാട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. ബട്ട് ദേ എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യൻ റിസോഴ്സസ്. പക്ഷെ അതേസമയം അവർ നമ്മുടെ രാജ്യത്തെ റിസോഴ്സിനെ എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മറുവശം നമുക്ക് യൂറോപ്യൻസിന്റെ ഒരുപാട് ഐഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെഹ്റു വിഷ് ടു സെലക്ട് ദ ഐഡിയൽ സ്ട്രക്ചർ ഓഫ് ദ കൺട്രീസ് പ്രോസ്പെരിറ്റി ആൻഡ് അഡ്വാൻസ്മെന്റ്. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഒരു പ്രോസ്പെർ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാവണം ഇന്ത്യ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ. He wanted to figure out the best approach to go forward while preserving our rich culture heritage. അപ്പൊ അദ്ദേഹം വീണ്ടും പറയുന്നു എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതായത് ജാതിയും മതവും ഒക്കെ വെടിഞ്ഞ് നമ്മൾ എന്താണ്, നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ റിസോഴ്സിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പൊ നല്ലൊരു സിറ്റിസൺസ് ഉണ്ടാവുമ്പം അവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ഇത്. നെഹ്റുവിന്റെ വിഷൻ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ കൾച്ചറിലും പിന്നെ സിവിലൈസേഷനിലൊക്കെ അദ്ദേഹം വളരെ പ്രൗഡാണ്. പിന്നെ യൂറോപ്യൻസ് വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരുപാട് പുരോഗതിയും പിന്നെ ഒരുപാട് ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ആയത്. പിന്നെ ആ സമയത്ത് ഇന്ത്യയിൽ ഒരുപാടുള്ള ജാതി, കാസ്റ്റ്, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറെ മാറി. എങ്കിലും അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നാണ് നമ്മളുടെ അടുത്ത് ഇന്ത്യയിലെ ജനതയോട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.